കേരളത്തിൽ ഏറ്റവും ഓളം തീർക്കുന്ന ഒരു കാര്യമാണ് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ. ബിഗ് ബോസിനെ കുറിച്ച് നിങ്ങളോട് പ്രത്യേകം വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. മലയാളത്തിലും ഹിന്ദിയിലും തെലുങ്കിലുമെല്ലാം ബിഗ് ബോസ് നടത്തുന്നുണ്ട്. എന്നാൽ കേരളത്തിൽ മാത്രം ബിഗ് ബോസിന് നിരവധി ആരാധകരാണുള്ളത്. നിരവധി സീസണുകൾ പിന്നിടുമ്പോഴും ഓരോ സീസണിലെയും മത്സരാർത്ഥികൾക്ക് ആരാധകർ നിരവധിയാണ്. അത്തരത്തിലൊരു മത്സരാർത്ഥിയായിരുന്നു തൃശൂർക്കാരിയായ നന്ദന. മോഡലിംഗ്, നൃത്തം, അങ്ങനെ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, ഇതൊക്കെയായിരുന്നു നന്ദന. ഷോയുടെ 29ാം ദിവസമാണ് നന്ദന എത്തുന്നത്. അതിനുശേഷം മികച്ച പ്രകടനമാണ് താരം കാഴ്ചവെച്ചത്. പുറത്തായെങ്കിലും എല്ലാവരുടെയും മനസ്സിൽ തന്റേതായ ഇടം നേടിയിട്ടാണ് നന്ദന പുറത്തേക്കിറങ്ങിയത്. ഇപ്പോഴിതാ തന്റെ രണ്ടാമത്തെ റിലേഷൻഷിപ്പും ബ്രേക്കപ്പിൽ കലാശിച്ചുവെന്ന് പറയുകയാണ് നന്ദന. നന്ദനയുടെ വ്ലോഗുകളിലെല്ലാം റിലേഷൻഷിപ്പിലായ ആ ആളുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ബന്ധവും തകർന്നുവെന്നും ആർക്കും ഭാരമായിരിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും പറയുകയാണ് നന്ദന. ഇതിനു മുൻപ് പലതവണ കാമുകന്റെ മുഖം റിവീൽ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും നന്ദന അത് ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആരാണ് ആളെന്ന് പ്രേക്ഷകർക്ക് ഇതുവരെയും പിടികിട്ടിയില്ല. രണ്ടാൾക്കും പറ്റാത്തത് കൊണ്ടാണ് വേർപിരിഞ്ഞത്. ഇനി എല്ലാ രീതിയിലും താൻ ഒറ്റയ്ക്കാണ്. എന്നെങ്കിലും തന്നെ മനസ്സിലാക്കുന്ന ഒരു നല്ല ചെറുക്കൻ വരുമായിരിക്കുമെന്നും നന്ദന വീഡിയോയിൽ പറയുന്നു. ചെറുതല്ല, ഒരൽപ്പം വലിയ പ്രശ്നം തന്നെയാണ് ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത്. അല്ലെങ്കിലും കല്യാണം കഴിച്ചിട്ട് എന്തിനാണ്, സിംഗിൾ ലൈഫ് ആയിരിക്കും ബെറ്റർ. ബിഗ് ബോസിലേക്ക് പോകുന്നതിനു മുൻപ് ഒരു പ്രണയമുണ്ടായിരുന്നു. അതൊരു തനി കൂതറ ചെക്കനായിരുന്നു. അവനേക്കാൾ ഭേദം ഇവനായിരുന്നുവെന്നും നന്ദന പറഞ്ഞു. യാതൊരു പശ്ചാത്തലവും ഇല്ലാതിരുന്നിട്ടും ബിഗ് ബോസിൽ വൈൽഡ് കാർഡ് എൻട്രിയായി എത്തി ആരാധകരെ ഉണ്ടാക്കിയെടുത്ത താരമായിരുന്നു നന്ദന. പലർക്കും ബിഗ് ബോസിൽ എത്തിയ ശേഷവും നന്ദന അപരിചിതയായിരുന്നു. എങ്കിലും ഹൗസിലെത്തിയ ആദ്യ ദിനങ്ങൾ കൊണ്ട് തന്നെ താരം എല്ലാവരെയും കയ്യിലെടുക്കാൻ തുടങ്ങിയിരുന്നു. ഇതോടെ നന്ദന ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. ഷോയിലെ സാധാരണക്കാരുടെ പ്രതീകമായാണ് നന്ദനയെ പലരും കണ്ടത്. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയായ നന്ദന ഒരുപാട് കഷ്ടതകൾ താണ്ടിയാണ് അവിടെ എത്തിയത്. ഇതോടെ താരത്തിന്റെ പിന്തുണയും ഏറിയിരുന്നു. നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കാതെ സ്വന്തം കഴിവിൽ ഒരു ജോലി എടുത്ത് കാര്യം നോക്കണം എന്നാണ് എല്ലാവരോടും ഞാൻ പറയുന്നത്. അന്ന് ജോലിയൊന്നുമില്ലല്ലോ. 1000 രൂപയായിരുന്നു വാടക. അമ്മയാണ് തന്നെ പഠിപ്പിച്ചത്. ആ സമയത്തൊക്കെ ഞാൻ വെക്കേഷനിൽ ജോലിക്കൊക്കെ പോകുമായിരുന്നുവെന്നാണ് പഠനകാലത്തെ ഓർത്തുകൊണ്ട് നന്ദന പറഞ്ഞത്. അമ്മ തന്നെ വീട്ടു ജോലിക്കൊക്കെ പോയാണ് നോക്കിയിരുന്നതെന്നും ഒരിക്കൽ നന്ദന പറഞ്ഞിരുന്നു.